എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശരിക്കും പ്രസ് മീറ്റ് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ശരിക്കും കഴിഞ്ഞ 2-3-4 ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന നമ്മുടെ ശ്രീനേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയത്. അപ്പം അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വൈകി. അങ്ങനെയാണ് ഇന്നാണെങ്കിലും നിങ്ങളൊക്കെ ആയിട്ട് നേരിട്ട് സംസാരിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇന്നിവിടെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധ്യാൻ ശ്രീനിവാസൻ. ധ്യാന് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഗംഭീരമായിട്ടൊരു പ്രസ് മീറ്റ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ ധ്യാനും പിന്നെ ഇതിനൊന്നും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് 2020 പടം കഴിഞ്ഞിട്ട് ഓരോ സീനിലും പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന വേറൊരു സിനിമയുടെ ഒരു രൂപമാണ് ബബ്ബ അതിലൂടെ നമ്മൾ കണ്ടത്. അതിൻ്റെ കഥ ഫാഹിനും നൂറും എന്ന് പറഞ്ഞപ്പോൾ ഇത് വേറൊരു ജോണറിൽ സംഭവിക്കുന്നൊരു സിനിമ. ഇത് സിനിമ എന്നല്ല, ഒരു എന്താ പറയുക, തിയേറ്ററിൽ ഹരമുണ്ടാക്കുന്ന ഒരു ഫാൻ മെയ്ഡ് മൂവി. ഒരു ലോജിക്കും ഇതിനകത്തില്ല എന്ന് നമ്മൾ ആദ്യമേ തന്നെ കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇതിൽ ലോജിക്കൊക്കെ പിടിക്കാൻ പോയാൽ ഭയങ്കര കുഴപ്പമാണ്, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ നമ്മൾ നോ ലോജിക് എന്നുള്ളത് പറഞ്ഞത്. ലാലേട്ടൻ തന്നെ ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമയെ കീറിമുറിക്കുന്ന രീതിയിൽ, ആ സിനിമ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ ഈ സിനിമ കാണാൻ വന്നാൽ അവർക്ക് ദഹിക്കില്ല, അങ്ങനെയുള്ള ഒരു സിനിമ കാണണ്ട എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ തിയേറ്ററിൽ ആഘോഷമാക്കുക. നമ്മൾ ധനജയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങളൊക്കെ നിങ്ങളുടെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വീണ്ടും ചെയ്തു തരണം. അതെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ലാലേട്ടനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. കാരണം തിയേറ്ററിലൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ആവേശം, ആ സന്തോഷമൊക്കെ നമ്മൾ കണ്ടാണ്. ഒരു വലിയ ഗ്രാൻഡിയറിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരിലും ഒരു ഭ്രാന്തനുണ്ട് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതം ശരിക്കും പറഞ്ഞ ഒരു നൂലുമേ കൂടി ഉള്ളതാണ്. അങ്ങോട്ട് പോയാൽ ഭ്രാന്ത്, ഇങ്ങോട്ട് വന്നാൽ നോർമൽ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ സിനിമ തുടങ്ങിയിരിക്കുന്നത്. ഈ സിനിമ ആഘോഷിക്കാനുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു 8-10 വർഷങ്ങൾക്കിടയിൽ തിയേറ്ററിൽ പ്രേക്ഷകരും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന താരങ്ങളും തമ്മിൽ വെച്ചാൽ പ്രേക്ഷകർ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിലെ ഓരോ ആൾക്കാർ വരികയും അവർ പറയുന്ന തമാശകളോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞാൽ അതൊക്കെ ഇവരും അതിൻ്റെ പാർട്ടാവുക. സ്ക്രീനിൽ ഡാൻസ് നടക്കുന്ന സമയത്ത് തിയേറ്ററിൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഇറങ്ങി നിന്ന് ആ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലമായിട്ട് നമ്മുടെ മലയാള സിനിമാ ചരിത്രങ്ങളിൽ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞു തുടങ്ങിയിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ ആവേശം ശരിക്കും നമ്മൾ തിയേറ്ററിൽ ഭയങ്കര ഒരു എന്താ പറയുക, ആഘോഷം, ഒരു ഉത്സവം നടക്കുന്ന പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക. ഇപ്പം ഞാൻ പല തിയേറ്ററിലും തിയേറ്റർ വിസിറ്റ് പോലെ ഒന്ന് പോവുകയുണ്ടായി. അപ്പോഴൊക്കെ പലരും വന്ന് പറഞ്ഞു, ഞാൻ എത്ര കാലമായി എന്നറിയാം ഇതുപോലെ സിനിമ രസിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുകയും അതിന് ചുക്കാൻ പിടിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടി ആ സിനിമ നിർമ്മിക്കാൻ തയ്യാറായ ഗോപാലേട്ടനെയും, ഗോകുലം മൂവീസിൻ്റെ ഗോപാലേട്ടനെയും, കൃഷ്ണമൂർത്തിയെയും, മറ്റുള്ള ബൈജു ബായ്, ഗോപാലേട്ടൻ്റെ മകൻ, അതുപോലെ പ്രവീൺ, ഇവരെയൊക്കെ ഈ സമയത്ത് നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത് അവരുള്ളത് കൊണ്ടാണ്. ഇത്രയും വലിയ ക്യാൻവാസിൽ, അതുപോലെ തന്നെ ധനജയ്ക്ക് ഇത്രയും താരങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് സിനിമ ഉണ്ടാക്കാൻ പറ്റിയതും ഈ ഒരു ബാനറിൻ്റെ കീഴിലുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതൊരു ക്യാമിയോ ചെയ്യുന്ന എസ് ജെ സൂര്യ സാർ. അപ്പം അവരുമൊക്കെ ഒരു ഗംഭീര സിനിമയുടെ ഭാഗമാവുക.
ഒരു എൻ്റർടൈനർ. അല്ലാതെ നമ്മൾ മഹത്തരമായിട്ടൊന്നുമല്ല. ഈ ക്രിസ്മസ് കാലം ഒരു ഉത്സവമാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സിനിമ പ്രവർത്തകർ ചിന്തിച്ചിട്ടുള്ളത്. അപ്പം ആ ആഘോഷം ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു. കാരണം ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നത് സിനിമയ്ക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ വന്നപ്പോൾ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസ്സുമായിട്ട് സംസാരിക്കാം. കാരണം നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണ്. സിനിമ കണ്ടതിന് ശേഷമാണ് നമ്മളായിട്ട് സംസാരിക്കുന്നത്. അപ്പം നമ്മളിത് മറച്ചു വെച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്, നേരെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നമ്മളിപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിലും നമ്മൾക്ക് ഈ സിനിമ വലിയൊരു രീതിയിൽ, എനിക്ക് തോന്നുന്നത് ഞാൻ അഭിനയിച്ച ഒരു സിനിമ, ഇതിപ്പോൾ എൻ്റെ സിനിമ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ധനഞ്ജയുടെ ആദ്യത്തെ സിനിമയാണ്. ഫാഹിനും നൂറും ചെയ്യുന്ന അവരെഴുതിയ ആദ്യത്തെ സിനിമയാണ്. അതുപോലെ ഈ സിനിമ കൊണ്ട് ഇതിൽ ലാലേട്ടനുണ്ട്, എസ് സൂര്യയുണ്ട്, അശോകേട്ടനുണ്ട്, ബാലു വർഗീസ് ഉണ്ട്, വിനീത് ഉണ്ട്, ധ്യാനുണ്ട്, ദേവേട്ടനുണ്ട്, സാൻഡി മാസ്റ്റർ ഉണ്ട്. അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ നീണ്ട നിര തന്നെയാണ് സിനിമയിൽ. ശരണി ചേച്ചി തുടങ്ങി ഒരുപാട് ആൾക്കാർ നിങ്ങളെല്ലാം കണ്ടതാണ്. അപ്പം അവർക്ക് ഇപ്പം അതുപോലെ എടുത്തു പറയേണ്ട ഒരാൾ ബൈജു സന്തോഷ്. ബൈജുബായി ഇതിൽ വല്ല പ്രധാനപ്പെട്ട വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഈ സിനിമ ഷൂട്ടിങ്ങിന് ആൾക്കാരെ കൊണ്ടുവരുന്നേക്കാളും വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിലേക്ക് എല്ലാവരും ഒത്തു കിട്ടുക എന്ന് പറയുന്നത്. പലരും ഷൂട്ടിങ്ങിലും ഒക്കെയാണ്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് കഴിഞ്ഞു പോയി. അപ്പം അതുകൊണ്ടൊക്കെ നമ്മളെന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ടുകൾ വളരെ ആഗ്രഹിക്കണം. മുന്നോട്ടും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കാൻ ആവട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രസ് മീറ്റ്. താങ്ക് യു. ഒരു ചെറിയ കാര്യം പറയട്ടെ. ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിൻ്റെ പവർ.